ഇനി നമ്മൾ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. അവിടെ തൊണ്ടൻകുളങ്ങര മഹാക്ഷേത്രത്തിൽ നിന്ന് നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, വലിയ തിരക്ക് തന്നെയായിരിക്കുമല്ലോ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ അതിപുരാതനമായ ശിവക്ഷേത്രങ്ങളിലൊന്നായ തോണ്ടംകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇവിടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ശിവരാത്രി ഉത്സവമാണ്. നാളെ വെളുപ്പിനെയാണ് ഉത്സവം സമാപിക്കുന്നത്. ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഇവിടുത്തെ ലക്ഷാർച്ചന. ഇന്നലെ രാത്രി 7:30 കൂടി ആരംഭിച്ച ലക്ഷാർച്ചന ഇന്ന് രാത്രി 8:30 കൂടിയാണ് അവസാനിക്കുന്നത്. മാത്രമല്ല, ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർ ഇന്ന് നട തുറന്ന സമയം മുതൽ തന്നെ ഇവിടേക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവർക്ക് ഇന്ന് കഴിക്കുവാനുള്ള കരിക്ക് പോലുള്ള വസ്തുക്കൾ ഇവർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം ഇന്ന് ഇവർക്ക് കഴിക്കാനുള്ള കരിക്കൊക്കെ പൂജിച്ച് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് നൽകും. പിന്നീട് ഇവിടെ തന്നെ ആയിരിക്കും ഭക്തർ എല്ലാവരും, ശിവരാത്രി വ്രതമുള്ള ഭക്തർ ഇവിടെ തന്നെ ആയിരിക്കും ഇന്നത്തെ ദിവസം കഴിച്ചുകൂട്ടുക. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങ് കളഭാഭിഷേകമാണ്. അത് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് ഉള്ള പ്രധാനപ്പെട്ട ചടങ്ങ് ലക്ഷാർച്ചനയാണ്. ലക്ഷാർച്ചനയുടെ ചടങ്ങിന് ശേഷം ഇവിടെ നിന്നുള്ള ഭസ്മം ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോയി ഭഗവാനെ നേദിക്കും. തുടർന്ന് അത് ഭക്തർക്ക് വിതരണം ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ. മാത്രമല്ല, ഇത്തവണത്തെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഹാകുംഭമേളയുടെ സമാപനം കൂടിയായതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ഒരു പരിക്രമണ യാത്ര നടത്തുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിന്നുള്ള വിഗ്രഹം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പരിക്രമണ യാത്രയാണ്. അത് ഏതാണ്ട് 8:30 കൂടി തന്നെ ഇവിടെ എത്തും എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞത്. ഇപ്പോൾ നമുക്കിപ്പം ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് സന്തോഷ് ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങ്? ഇതിന്റെ പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് ശിവരാത്രി മഹോത്സവമാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ശിവരാത്രി മഹോത്സവമാണ്. അത് 24-ാം തീയതി തുടങ്ങി. അന്ന് ഒരു കഥാപ്രസംഗം, ഒരു കളരിപ്പയറ്റ്, അങ്ങനെയുള്ള ചടങ്ങുകൾ. ഇന്നലെ ഒരു ഭജൻസ്, ഇങ്ങനെയുള്ള ചടങ്ങുകളും നടക്കുകയുണ്ടായി. ഇന്നലെ വൈകുന്നേരം പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് ലക്ഷാർച്ചനയാണ്. ലക്ഷാർച്ചന ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് ആരംഭിച്ചു. ഒരു കഴിഞ്ഞതിന് ശേഷം നിർത്തിവെച്ച് ഇന്ന് രാവിലെ തുടങ്ങിയിരിക്കുകയാണ്. അത് ഇന്ന് വൈകുന്നേരം 8:45 സമാപിക്കും. അതിനുശേഷം ഈ ഋഷഭം ഇരിക്കുന്നില്ല, ഋഷഭ വാഹനം എഴുന്നള്ളപ്പോൾ എതിരേൽ പാലിൽ നിന്നും തിരിച്ചിവിടെ വന്ന് ആ ലക്ഷാർച്ചന നടത്തിയ ഭസ്മം എടുത്ത് അഭിഷേകം നടത്തിയതിന് ശേഷമാണ് ഇതിന് സമാപനം കുറിക്കുന്നത്. അതിനുശേഷം 5 പൂജകൾ, പിന്നെ പുഷ്പാഭിഷേകമുണ്ട്. അങ്ങനെ രാത്രിയിലത്തെ 5 പൂജകളെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളാണ്. അത് ഏറ്റവും പ്രധാനമുള്ള പൂജകളാണ് 5 പൂജകളെന്ന് പറയുന്നത്. അതിനുശേഷം രാവിലെ ഒരു 5 മണിയോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ സമാപിക്കും. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരം നട തുറന്നാൽ ഇനി നാളെ എല്ലാ പൂജകളും ശേഷം മാത്രമേ നട അടയ്ക്കൂ. രാത്രിയിലൊക്കെ തിരക്ക് എങ്ങനെയാണ്? രാത്രി നല്ല തിരക്കാണ്. രാത്രിയിൽ കൂടുതലും ഉറക്കളയ്ക്കാൻ വരുന്നവരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യും. നമ്മൾ രാത്രി ചുക്കുകാപ്പി വിതരണമുണ്ട്. അതിനുശേഷം ഇപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ ഒരു മോരും വെള്ളം വിതരണം. അത് ഈ മഹാകുംഭമേളയുടെ സമാപന ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ ഒരു പരിക്രമണ യാത്രയുണ്ട്. അതിപ്പോൾ ഏതാനും സമയങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഇവിടെ എത്തിച്ചേരും പരിക്രമണ യാത്ര. അത് നമ്മുടെ കുംഭപൂജ കുംഭമേള അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അത് മനസ്സിലാകുന്നത് തന്നെ വേറെ രീതിയിലാണ്. അപ്പോൾ അതൊന്നും മാറ്റിയെടുക്കുക. ഈ കുംഭമേള നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഇനിയും വരുന്ന കുംഭമേളയിൽ ഇതിലും കൂടുതൽ ഭക്തജനങ്ങളെ നമുക്ക് ആകർഷിക്കത്തക്ക രീതിയിൽ നമ്മൾ അതിനുവേണ്ടിയുള്ളൊരു കാര്യം കൂടെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതിന് ഇവിടെയുള്ള പ്രവർത്തകരുടെ എല്ലാവരുടെയും സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. രജനി, ആ രീതിയിലാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ലക്ഷാർച്ചന തുടരുകയാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൽ കളഭാഭിഷേകം തുടങ്ങിയിട്ടുണ്ട്. ഭക്തരുടെ വലിയ തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 3 ദിവസത്തെ മഹാശിവരാത്രി ഉത്സവം നാളെ വെളുപ്പിനെ 5:30 കൂടി സമാപിക്കും. എന്തായാലും ഇന്ന് ക്ഷേത്രത്തിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞതുപോലെ ഇത്തവണത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ് എന്ന് പറയുന്നത്
പരിക്രമണ യാത്രയാണ്, ഋഷഭവാഹനം എഴുന്നള്ളിപ്പുണ്ട്. അത്തരത്തിലാണ് ഇവിടുത്തെ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. തോണ്ടംകുളങ്ങര മഹാദേവ ക്ഷേത്രം ആലപ്പുഴ നഗരത്തോട് ചേർന്ന് തന്നെയുള്ള ക്ഷേത്രമാണ്. വലിയ തിരക്ക് രാവിലെ വെളുപ്പിനെ സമയത്ത് വലിയ തിരക്കില്ലെങ്കിൽ പോലും ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ധാരാളം ഭക്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ടത്തെ ഇനിയിപ്പോൾ ഈ 12 മണിയോടുകൂടി ഉച്ച പൂജകൾക്ക് ശേഷം നട അടയ്ക്കും. പിന്നെ വൈകിട്ട് 5:30 ക്ഷേത്രം തുറന്നു കഴിഞ്ഞാൽ ഇന്ന് ക്ഷേത്രത്തിലെ നട അടക്കില്ല. നാളെ വെളുപ്പിനെ ഉച്ചയ്ക്ക് മാത്രമായിരിക്കും നട അടയ്ക്കുക. ആ രീതിയിലാണ് ഇത്തവണത്തെ ഇവിടുത്തെ മഹാശിവരാത്രി ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. രജനി.